നല്ല ഡീസൻറ്റ് പയ്യനാന്ന് വെച്ചാൽ നമുക്ക് പ്രായപൂർത്തിയായ 2 പെമ്പിളേരുള്ളത് അവിടെ ഭാര്യയുള്ളത് അത്രയും ഒരു സഹോദരനെ പോലെ ഞങ്ങൾ പിള്ളേരും എല്ലാം സംസാരിക്കും. അവളിപ്പോൾ സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിദേശത്തേക്ക് പോയി എന്നാണ് ഇപ്പോൾ കയറുന്നത്. അമ്മ ബോഡി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. വൈഫാണ് ഓടിച്ചത്. ഞങ്ങൾ രണ്ടാം കൂടി പിടിച്ച് മാറ്റിയാണ് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് എടുത്തത്. ആകെ ഒരു മകനുള്ളൂ. ഞങ്ങൾ തന്നെ മുഴുവനെ കണ്ടിട്ടില്ല ഓനത് വണ്ടി ഇടിക്കുക, അമ്മനെ കൊണ്ടാക്കുക, അച്ഛനെ കൊണ്ടാക്കുക, വഴി കഴിഞ്ഞ് പഠിക്കുക പോലല്ലാതെ വേറൊരു കാര്യം. ഇതുവരെ 10 വർഷങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മക്കൾ അങ്ങനെ ഇല്ലായിരിക്കും. അത്രയും ഡീസൻ്റ്, അത്രയും പാവപ്പെട്ട ചെക്കനായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതവൻ. അവനാകെ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ദൗർഭാഗ്യകരമായൊരു സംഭവം നടന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഈ ഒരു വാർത്തയോട് പറയാനുള്ളത്? നല്ലൊരു മനുഷ്യനാണ്, യാതൊരു തകരാറില്ലാതെ. ഞങ്ങൾ തന്നെ മുഴുവനെ കണ്ടിട്ടില്ല ഓനത് വണ്ടി ഇടിക്കുക, അമ്മനെ കൊണ്ടാക്കുക, അച്ഛനെ കൊണ്ടാക്കുക, വഴി കഴിഞ്ഞ് പഠിക്കുക പോലല്ലാതെ വേറൊരു കാര്യം. ഇതുവരെ 10 വർഷങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഒരാകെ 10 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. ഈ 10 വർഷം അങ്ങനെ തന്നെ യാതൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായില്ല. അതിന് 3-4 ലോയ്ക്കാർ വീട്ടിൽ വന്ന് പോകാമെന്നല്ലാതെ ആരും കമ്പനിയായിട്ട് ഒരു ഇതില്ല. ഞങ്ങൾ തന്നെ ഭർത്താനം തന്നെ അയൽവാസി ഭർത്താനം തന്നെ ഒരു കാര്യം പറഞ്ഞില്ല. പക്ഷെ അമ്മ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് പോകാമെന്നല്ലാതെ പിന്നെ അങ്ങോട്ടും കയറി ഇപ്പം പഴയമായി ഒറ്റ ഇതാണ് ആണുങ്ങൾ കുടുംബമാണ്. ആരും അങ്ങോട്ട് വരില്ലല്ലോ. അപ്പം എല്ലാവരും അങ്ങോട്ട് കയറി നടക്കുക. പിന്നെ അമ്മ അവരോട് വർത്തമാനം പറയും, ചിലപ്പോൾ വീട്ടിൽ വരും. ഇതെല്ലാം വ്യവഹാരങ്ങൾ യാതൊരു കംപ്ലയിൻ്റ് ഇല്ല. നല്ലൊരു ചങ്ങായിരുന്നു. ഈ വീട്ടിൽ വേറെ ആരൊക്കെയുള്ള? ആകെ 2 3 അച്ഛനും അമ്മയും ഓനും മാത്രമേ ഉള്ളൂ. അവർക്കൊരു ഒറ്റ മകനുള്ളൂ. നല്ല ഡീസൻറ്റ് പയ്യനാന്ന് വെച്ചാൽ നമുക്ക് പ്രായപൂർത്തിയായ 2 പെമ്പിളേരുള്ളത് അവിടെ ഭാര്യയുള്ളത് അത്രയും ഒരു സഹോദരനെ പോലെ ഞങ്ങൾ പിള്ളേരും എല്ലാം സംസാരിക്കുന്നത്. ഒട്ടും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്തൊരു പയ്യനാണ്. എന്നിട്ട് ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി. നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നോ? വീട് എപ്പോഴും ഉണ്ട്, ഇതേ കാണുന്നുണ്ട്. അതിൽ യാതൊരു അത് ഇവള് ആദ്യം ക്യാമറ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവള് നിന്നിട്ടാണ് കാണിക്കുന്നത്. വണ്ടി ബസ്സിൽ വേണ്ട തെറ്റല്ലോ. പിന്നെ അങ്ങനത്തെ ആൾ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ, എന്തിനെ പോണ്ട. ആദ്യം പിടിച്ച് ഓണമാക്കി നിൽക്കുന്നത്, ക്യാമറ ഓണാക്കി നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഓനത്തെ കണ്ടപ്പോൾ ഓന്നാണ് ബാക്കോട്ട് പോകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിർത്തും ചെയ്തു. പിന്നെ പേരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ ജോലി എന്താ? അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. തുണി ഷോപ്പിൽ ഓഫറല്ലേ മാനേജറല്ലേ? മാനേജർ നല്ല കൈ, ഒരു പ്രശ്നമില്ല. എല്ലാ സ്ഥലത്തും പോകണം, ബസ്സിൽ വണ്ടി തന്നെ പോകണം. വെള്ളടി എന്തോ അങ്ങനത്തെ ഒരു പരിപാടിയില്ലാത്ത പയ്യനാണ്. നല്ല ഡീസൻറ്റ് പയ്യനാണ്. ഒരു വിഷയമില്ല. 10 വർഷം ഇവിടെ കാണും, ഒരു പ്രശ്നമില്ല. രാത്രി പുറത്തേക്ക് പോയി അമ്പലത്തിൽ എന്താ പച്ചക്കറി കട്ടിയാനൊക്കെ പോയി തലി അമ്പലത്തിലൂടെ പോയി ചെയ്തിരുന്ന ആളാണ്. അത്രയും ഡീസൻറ്റ് പയ്യനാണ്. ഇതുമില്ലാത്ത അവളിപ്പോൾ സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിദേശത്തേക്ക് പോയി എന്നാണ് ഇപ്പോൾ കയറുന്നത്. അവൾ ഇവിടെ ഇല്ല. നമ്മളെ വരില്ലേ രാവിലെ മാകട്ടോ ഒക്കെ വന്നു നോക്കാം. ഈശ്വര വരുന്നുണ്ട് ഒന്നുകൂടി രാവിലെ എന്താ എല്ലാ പിന്നെ ഇതുണ്ട് നമ്മുടെ TV കാണിക്കുന്ന ഓൻ്റെ ഒക്കെ എല്ലാതും ഉണ്ട്. എല്ലാവരും വരുന്നുണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ വാർത്ത എപ്പോഴാണ്, ഈ ഒരു സംഭവം എപ്പോഴാണ് അറിയണേ? രാവിലെ ഒരു 6:30 മണിക്ക് മോള് അടിച്ചേരാണ്. അപ്പോൾ ഇവരെ വിളിച്ചിട്ട് ഇവരെ അറിഞ്ഞില്ല. അതേപോലെ പള്ളിയിൽ പരിപാടി ചെയ്യും. മോള് വന്ന് അമ്മ അവളുടെ കാണുന്നത് വിളിച്ചത്. അപ്പോഴത് അറിയുന്നത്. അപ്പോൾ വരും നേരെ ഓടിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാനില്ല. ആ നേരം മാറി. അമ്മ ബോഡി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. വൈഫാണ് ഓടിച്ചത്. ഞങ്ങൾ രണ്ടാം കൂടി പിടിച്ച് മാറ്റിയാണ് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് എടുത്തത്. ആകെ ഒരു മകനുള്ളൂ. നമ്മൾ തന്നെ മര്യാദ കണ്ടിട്ടാണ്. അദ്ദേഹം വിവാഹിതനാണോ? വിവാഹിതനായിരുന്നു. ഡിവോഴ്സ് ആയതാണ്. 7 വർഷമായി. അതുകൊണ്ടൊന്നും അങ്ങനത്തെ ഒരു പയ്യനല്ല. പാവം പയ്യനായ ഒരു വർഷമായെന്ന് പറഞ്ഞ കാര്യം. അതെന്താ ചെറിയ അമ്മേൻ്റെ വീട്ടിൽ ഓൾ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞ അമ്മയും അച്ഛനും വിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാനിവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഡൈവേർട്ട് എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സ് കൊടുത്താണ്. വേറെ ഒരു പ്രശ്നം എൻ്റെ അടുത്തില്ല. അദ്ദേഹത്തിനൊരു മകനാണോ മകളാണോ? അല്ല, കുട്ടികളൊന്നുമില്ല. ഒരു വർഷമാവുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അതായത് ജോലിക്ക് പോയാൽ ഇപ്പോൾ ജോലി നിൽക്കണ ഓണർ വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ വിളിക്കും, മോ അവിടെ ഇല്ലേ എന്നൊക്കെ വിളിച്ച് അത്രയും 2 മണിക്കൂർ വിളിക്കും എന്നാണ് പറയണത്. ഇവിടെ ഇപ്പോൾ എൻ്റെ ജോലി ചെയ്യണ സ്ഥാപനത്തിലെ ഉടമ പറഞ്ഞത്. കഴിഞ്ഞ അടുത്താഴ്ച ഗുരുവായൂർ പോകാണ്ട് ടിക്കറ്റ് ഒക്കെ ചെയ്ത് കളക്ടറെ വാങ്ങിക്കൊണ്ട് കണ്ട് ടിക്കറ്റ് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കുടുംബം. രാവിലെ 4:30 എനിക്ക് രാമായണം ജപിക്കുന്നത് ഞാൻ കാണാറുള്ളത്. 4:30 എണീക്കണ ഒരു അമ്മയും അച്ഛനാണ്. അത്രയും ഇതായിട്ടൊന്നും ജീവിക്കുന്നത് കുടുംബമാണ്. അപ്പോൾ അവരെ മക്കൾ അങ്ങനെ ഇല്ലായിരിക്കും. അത്രയും ഡീസൻ്റ്, അത്രയും പാവപ്പെട്ട ചെക്കനായതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അവനാകെ ഈ ആരോപണം സഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതല്ല ഇല്ല, ഞങ്ങൾ ഷെയർ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്തു. ശരിക്കും ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നോ? അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് കുറെ ഇവിടെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ ഉടമസ്ഥനെ കണ്ട് വീഡിയോ അവരെ സ്റ്റാഫൊക്കെ കണ്ടിട്ട് പറഞ്ഞു, നീ പേടിക്കാണ്ട് ബാക്കിയെല്ലാം കാണാം, നിൻ്റെ ഭാഗത്തുനിന്നല്ല കമൻറ്റ്സ് കംപ്ലീറ്റ് വരുന്നത് ആ പെൺകുട്ടിക്ക് എതിരായിട്ടാണ്, എഗൻസ്റ്റ് ആയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങൾ രാത്രി 12 മണി വരെ ഞങ്ങൾ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. പക്ഷേ കാര്യം സംഭവം നടത്തി 1 മണിക്ക് ശേഷമാവും.
ആയിരിക്കാം. നിങ്ങൾ ഇവിടെ കിടക്കാത്ത കാരണം കൊണ്ട് എന്താ സംഭവം എന്നറിയില്ല, ശബ്ദം കേൾക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അതുവരെ പറയുന്നത് എന്താ ഇവിടെ കള്ളന്മാർ ശല്യം എന്തുണ്ടെന്ന്, ഇവിടെ അങ്ങനെ യാതൊരില്ല. കള്ളന്മാരെ ശല്യം എന്തുണ്ടെന്ന് പറഞ്ഞാണ്ട് അമ്മനോട് പറഞ്ഞു, അമ്മ എന്ത് ഒച്ച കേൾക്കാണ്ടെങ്കിൽ നിങ്ങൾ എണീക്കണ്ട, ആരും വന്ന് തട്ടിയെടുക്കണ്ട. തൊട്ട് റൂമാർക്ക് എന്തെങ്കിലും ഒച്ച വരുന്നു തോന്നിയിട്ടുണ്ടാവും, ഒച്ച ഉണ്ടാവും, തടയട്ടെ ചെയ്താൽ ആണ്ട് അടച്ചിട്ടാണ്, ഡോറ് ലോക്ക് ചെയ്തില്ല. സാധനം ചാരിട്ടെ അമ്മയിൽ വരാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് വിളിച്ച് അമ്മനോട് പറയും ചെയ്തേക്കുന്നത് കള്ളന്മാരുടെ അതിനെ കൂടെ എന്തൊച്ചായിട്ട് ഇടിക്കരുതെന്ന്. അപ്പോൾ ചിലപ്പോൾ ഇപ്പം തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അത് അങ്ങനെ തൂങ്ങി ഇട്ടേക്കും. അത് ആയിമാറില്ല. ഇപ്പോൾ അവിടുത്തെ അച്ഛനും അമ്മയുടെ അവസ്ഥ എന്താ? അയ്യോ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ കുറച്ചുകൂടി നിൽക്കുന്നുണ്ട്. അല്ല, ഒരു 60 അബൗവല്ല, രണ്ടാളും ഷുഗർ പേഷ്യൻ്റാണ്. ഉണ്ട് കേസിന് പോകാനുള്ള സംഭവമുണ്ട്. ഫ്രണ്ട്സാണ്, അത് മുട്ട് കേസിന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. വീട് പാലക്കാടാണോ അമ്മൻ്റെ വീട്, അച്ഛൻ്റെ ഇവിടെ നടുവട്ടമുള്ളത്. പേര് വീട്ടിലാണുള്ളൂ. ഇവിടെ 10 വർഷം ഇവിടെ തന്നെയാണ്. രണ്ട് വീട്ടിലും അച്ഛനൊക്കെ പച്ചപ്പാവും, അതേപോലെ മകനും പച്ചപ്പാവും. ഈ ഒരു മകന്റെ ഒരു വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത്. ഈ മകൻ്റെ ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഈ വീട് 2 സെൻറ്റ് വീടാണ് ഇവർക്കുള്ളത് ആകെ. ഇവരാണ് അതായത് സ്വത്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിലാണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. ഇവർ വാങ്ങിച്ചതുള്ളതാണ് മുന്നിൽ വന്നിട്ട് പറഞ്ഞത്. എവിടെ വേറെ താമസിച്ചു. ഞങ്ങൾക്ക് 3.5 വർഷമായിട്ടില്ല ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ 10 വർഷം വീടുണ്ടാക്കിയിട്ട് സന്തോഷം നാളെ വീട് കൊടുത്തത്. ഇവർക്ക് 50 ലക്ഷം റുപ്യ വന്നു ചടക്കി 50 ലക്ഷം റുപ്യ തന്നു. പയ്യൻ്റെ വരുമാനം കൊണ്ട് തന്നെ ഇവർ ജീവിച്ചു പോകുന്നത്, വേറെ വരുമാനമൊന്നുമില്ല. പിന്നെ പ്രത്യേകം അവിടെ അമ്പലത്തിൻ്റെ അവിടെ പോയിട്ട് പച്ചക്കറി കട്ടിയാൻ പോകുന്നുണ്ട്, അമ്പലത്തിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി. അപ്പോൾ എന്തെങ്കിലും തളി അമ്പലത്തിൽ ഇവർ ദേവീമാഹാത്മ്യം മറ്റേതൊക്കെ വായിക്കാൻ പോകണമല്ലോ. അധികം ക്ഷേത്രത്തിൽ ഉണ്ടാവുള്ളൂ അധികം. അച്ഛൻ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ 4:30 തുടങ്ങും പ്രാർത്ഥന. അത്രയും ഇതായിട്ടുള്ള ഇദ്ദേഹത്തെ അറിയാം. ഞാനിത് അറിഞ്ഞിട്ട് വന്ന ആളാണ്. കാരണം ഇന്നലൊന്നും കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭയങ്കര സങ്കടകരമായ കാര്യം. നമ്മളൊക്കെ റോട്ടുമ്പോൾ പോണ ആളുകളാണ്. ഇനി നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരു ബസ്സിലാണ്. നമുക്കൊരു സ്ത്രീനെ ഒരു ശരിക്കും പറഞ്ഞ മുഖത്തൊക്കെ നോക്കാൻ പേടിയായി. എന്താണ് ഇതിൻ്റെ കഥ, ഇത് എവിടെ എത്തുന്നുള്ളത്. ഇതോടെ അവസാനിക്കണം. ഈ ഒരു സംഭവത്തോടെ ഇത് അവസാനിക്കണം. കാരണം പുരുഷന്മാർക്ക് ഒരു വിലയില്ല. കാരണം റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരപ്പത്തിന് ഫോൺ എടുത്ത് പിടിച്ച് ചെയ്താൽ. നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കണ്ടാൽ തന്നെ അതിലറിയാലോ ആ ആൾ അങ്ങോട്ട് തിരിഞ്ഞിക്കാണ് ഈ സ്ത്രീ ഇങ്ങനെ എടുക്കുക. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊന്നും മനസ്സിലായി. ഇതിനു മുമ്പ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരു കേസ് അതുണ്ട്. ഇത് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടാം. ഞാനും സോഷ്യൽ മീഡിയ ഉള്ള നമ്മളൊന്നും വേണ്ടാത്തതിനൊന്നും ഒരു സംഗതിക്ക് നിൽക്കില്ല. സംഗതി മനുഷ്യജീവനാണ് ഈ ഒരു ദുരുപയോഗം. ഞാൻ വീട്ടിനുള്ളിൽ കേട്ട് ഓരോ കണ്ടിട്ട് സങ്കടം വന്നു പോണേ. എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം നമ്മളുമായുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ ബസ്സിലല്ല എവിടേക്കും പോകാൻ കഴിയാതെ പുരനുള്ളിൽ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ അത്ര സങ്കടത്തിലാണ്. ഞാനത് പീഡിയ വരെ പൂട്ടിയിട്ട് ഇവിടെ വന്നിക്കാം. കാരണം നമ്മളുമായിട്ടൊരു മനുഷ്യനല്ലേ. ഇപ്പോൾ ദീപകിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു, അവരുടെ മാതാപിതാക്കളെ കണ്ടു കാണും. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വൈകാരികമായി അല്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുന്ന ഒരാളാണല്ലോ. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം അറിയുന്നത്. അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് ഉള്ളുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. അതൊരല്പം മോശം വാക്കുകളൊക്കെ വന്നിട്ടുമുണ്ട്. ഇന്ന് ഞാനിതാ ഇവിടെ രാവിലെ വന്നിട്ട് ആ അമ്മയോടും അപ്പനോടും ഒക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ട് എനിക്ക് സങ്കടം വരികയാണ്. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയതുകൊണ്ട് ഞാൻ മീഡിയ വൺ ഒരു വീഡിയോ എടുത്തപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ സംഘടനയുടെ പേജിലിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പുറത്ത് വന്നിട്ട് ഞാൻ മറ്റുള്ള അവരുടെ ഫാമിലിയിൽപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ട് പരാതികൾ കൊടുത്ത കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. ഞാൻ ഓൾറെഡി ഇന്നലെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ എന്താണെന്ന് നോക്കിയതിന് ശേഷം പിന്നീട് സമരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹത്തിന് നീതി കിട്ടുവാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച കിടന്ന് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് അമ്മമാരൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാർച്ച് നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടറിയേറ്റിൻ്റെ ഫ്രണ്ടിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ നിരാഹാരം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം അബ്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അടുത്ത കാലത്ത് ഇതുപോലെ വീഡിയോ ചെയ്തു. അതിനെതിരെയും ഞാൻ DGPക്ക് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അന്ന് നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ ജീവൻ പോകില്ലായിരുന്നു. ഈ അപ്പനും അമ്മയ്ക്കും ഒരു മകനെ നഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മകളുമായിട്ട് ഒരാളേ ഉള്ളൂ. ഈ ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ മരിച്ചതിൻ്റെ ഇതിൽ ഈ അമ്മയും അപ്പനും എങ്ങനെയാണ് അസുഖം പിടിച്ചവരെങ്ങനെയാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരല്പം റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻറ്റിനോ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള ചെറ്റത്തരം കാണിക്കാതിരിക്കുക. കാരണം നിങ്ങളൊരല്പം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് കിട്ടും. കാര്യം പെൺകുട്ടികൾക്ക്
ലൈക്കും ഷെയറും കൊടുക്കാൻ വേണ്ടി തന്നെ വലിയൊരു വിഭാഗം പവാടകളായിട്ടുള്ള പുരുഷന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വേറെ കണ്ടൻറ്റ് പിടിക്കൂ. അല്ലാതെ നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും അതിന് റീച്ച് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് ഈസിയായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. അയാളുടെ അടുത്ത് പോയി നിൽക്കുന്നു, ഇതുപോലെ വീഡിയോ എടുക്കുന്നു. ഈ വീഡിയോയിൽ തന്നെ ഞാൻ എത്ര പ്രാവശ്യം ആ വീഡിയോ കണ്ടു, അപ്സൈറ്റതും കണ്ടു, ഇതും കണ്ടു. ഇത് കണ്ടിട്ട് ആദ്യം ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഈ ദീപക്കിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഒത്തിരി മാറി നിന്നിട്ടാണ് ഫേസ് കാണിക്കുന്നത്. പിന്നീട് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കൈയുടെ മുട്ടിൻ്റെ ഭാഗം നെഞ്ചോട് ചേർത്ത് ഉരസുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഉരസി അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം തിരിഞ്ഞു പോയപ്പോൾ അവളുടെ മുഖം നോക്കി എന്ത് പ്രസന്നമായിട്ടാണ് ആദ്യം ആ വീഡിയോയുടെ മുഖത്തിരുന്നത്, മുഖം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നീട് നോക്കുമ്പോൾ ലാസ്റ്റ് ഭാഗം നോക്കുമ്പോൾ മുഖം അങ്ങ് കറുത്തു. കാര്യം ഇത്രയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. പുള്ളിക്കാരിക്ക് പണി കിട്ടി, അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹം ഇന്നലെ എപ്പോഴെങ്കിലും എന്നെ ഒരു കോൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവളെ കൃത്യമായിട്ടും ജയിലിൽ അടയ്ക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം മരിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു.